പാർട്ട് 39. അളിയ പോകാൻ നിൽക്കുവാണോ? ഞാൻ എത്താൻ വേഗയോ? ഇല്ല അളിയ, ഞാനിനി വന്നിട്ട് സംസാരിക്കാം. ചേച്ചിയും അനിയനും മിണ്ടിയും പറഞ്ഞും ഇരിക്ക്. രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ പുറത്തുനിന്നും കൊണ്ടുവന്നോളാം. സിത്തു ബൈക്കിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അയാന ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോ സൈക്കിൾ ചുമരോട് ചാരി നിർത്തി. എന്റെ ചേച്ചി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പോ കോമഡി ആയിട്ടുണ്ട്. അപ്പോ അവൻ അതും പറഞ്ഞുകൊണ്ട് രേന്തയിലേക്കിരുന്നു. കോമഡിയോ? അയാന, ചേട്ടനും ചേട്ടത്തിക്കിപ്പോ അമ്മയുടെ സ്നേഹം വളരെ കൂടുതലാ. എന്തിനാ എന്ന് ആവോ. അതുമല്ല, ഏട്ടത്തി അമ്മയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അമ്മയുടെ അതേ അവസ്ഥയാണെന്ന് തോന്നുന്നു. ഏട്ടത്തി അമ്മയുടെ നാത്തോൻ എന്തോ പ്രശ്നമുണ്ടാക്കി അവരുടെ അമ്മയെ തല്ലി എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോ അയാന, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടത്തി അമ്മ ഇവിടെ ആദ്യം എങ്ങനെയായിരുന്നു, അതിൻ്റെയൊക്കെ തിരിച്ചടിയാകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എങ്ങനെയുണ്ട് ഇവിടെ? അപ്പു, എന്താ അപ്പു പറയുക എന്നറിയില്ല. ഞാൻ ഹാപ്പിയാണ്. ആഗ്രഹിച്ചു കിട്ടുന്നതിനേക്കാൾ ഒരിക്കലും ലഭിക്കില്ലെന്ന് വിചാരിച്ചൊന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലഭിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. അയ്യാന, സിദ്ധു അളിയൻ ആളൊരു പാവമാണല്ലേ. അപ്പോൾ എന്നോട് ഇനി പഠിക്കാൻ പോവാനെല്ലാം പറഞ്ഞു. അത് കേട്ടതും അപ്പു തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും അവനും ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ചേച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം ഇനി പൂവണിയണം. എന്നിട്ട് ഇനി എന്തിനാ പോകുന്നേ? അപ്പു, 6 മാസമൊക്കെയുള്ള ചെറിയ കോഴ്സിന് പോകണം. വലുതൊന്നും വേണ്ട. ഒരുപാട് പഠിച്ചു നടക്കാനൊന്നും ഇപ്പോൾ ആഗ്രഹമില്ല. അയാന, അതെല്ലാം ചേച്ചിയുടെ ഇഷ്ടം. എനിക്ക് വിശക്കുന്നു. ചേച്ചി ഉണ്ടാക്കിയത് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കഴിച്ചില്ല. അതുമല്ല, ഇങ്ങോട്ടാണ് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയോ പൊതിഞ്ഞു തന്നിട്ടുണ്ട്. അതും പറഞ്ഞ് അപ്പോ അവൾക്ക് ആ പൊതി സൈക്കിളിന്റെ ബേക്കിൽ കെട്ടിവെച്ചത് എടുത്തു കൊടുത്തു. വാടാ, രാവിലെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ട്, നീ വാ. രണ്ടുപേരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി. അവൻ കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം അവൾ പാത്രത്തിന് അവന് നൽകി. അവന്റെ കൂടെ തന്നെ അവളും ഇരുന്നു. ചേച്ചിയും അനിയനും ഇന്ന് വിശേഷങ്ങൾ പറഞ്ഞ് ഇരിക്കുക തന്നെയായിരുന്നു. വൈകുന്നേരം 2 പേരും മുറ്റത്ത് വരാന്തയിൽ വന്നിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. നന്നായി പഠിക്കണം. അപകടങ്ങളിലൊന്നും പോയി ചാടരുത്. ഇല്ല ചേച്ചി, ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, ഇത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ശരിയാടാ, വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാരണം വിവാഹശേഷം ആ ആനന്ദിന്റെ വീട്ടിൽ അവൻ്റെ കൂടെ എന്താകും ജീവിതം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അത് തന്നെ ഒരുപാട് ചിന്തിച്ചിരുന്നു എന്ന് പറയാം. പക്ഷെ കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ. അയാന, എൻ്റെ ചേച്ചിയെ ദൈവം ഒരുപാട് പരീക്ഷിച്ചു. ഇനി സന്തോഷത്തോടെ ജീവിക്കും എൻ്റെ ചേച്ചി. അപ്പോൾ അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. അപ്പോഴേക്കും സിദ്ധു വന്നിരുന്നു. ആഹാ, ചേച്ചിയും അനിയനും നല്ല സംസാരത്തിലാണല്ലോ. സിദ്ധു പുഞ്ചിരിയോടെ അതും പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അപ്പോ ഇന്ന് നീ പോകാനൊന്നും നിൽക്കേണ്ട, ഇന്ന് ഇവിടെ വിരുന്ന്. സിദ്ധു, അതിനെന്താ, എൻ്റെ ചേച്ചിയുടെ അടുത്തല്ലേ ഞാൻ ഹാപ്പിയാ. വീട്ടിൽ ചേട്ടനും ചേട്ടത്തിയും ഉണ്ടല്ലോ. എന്നാ വാ, രാത്രിക്കുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ധു ഒന്ന് ഫ്രഷായി വന്നതും രാത്രിയായിരുന്നു. എല്ലാവരും വലിയ സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു. വൈകുന്നേരം വരാന്തയിൽ നിലാവ് നോക്കി ഇരിപ്പായിരുന്നു. അയ്യാന, നിനക്ക് കേൾക്കണോ, അന്ന് നിന്നെ ഞാൻ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നോട് എന്താ മാറി നിന്ന് ചോദിച്ചതെന്ന്? സിദ്ധു അത് കേട്ടതും അപ്പു ഇളിച്ചു കൊടുത്തു. അയ്യാന അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധുവിനെ നോക്കി. എനിക്ക് ആകെയുള്ള ചേച്ചിയാണ്. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചവളാ എൻ്റെ ചേച്ചി. നിങ്ങൾക്കാവുന്ന പോലെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തിൽ എൻ്റെ ചേച്ചിയെ നിങ്ങൾ സംരക്ഷിക്കാമോ എന്നായിരുന്നു. ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ആ സഹോദര ബന്ധം.
അത് കേട്ടതും അമ്മു ഒരു പുഞ്ചിരിയോടെ അപ്പുവിനെ നോക്കി. ആ, പലപ്പോഴും ഞാൻ പോലും അറിയാതെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഇവൻ. എന്ത് കഷ്ടപ്പാട് വന്നാൽ എന്താ, ഇങ്ങനൊരു അനിയൻ തന്നെ ധാരാളം. അയാൾ ചേച്ചി എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയൊന്നും വേണ്ട. ഈ ചേച്ചി സത്യം പറഞ്ഞാൽ അമ്മയേക്കാൾ സ്നേഹം ഇവൾക്കാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴാണ് അയാളുടെ ഫോൺ അടിക്കുന്നത്. അടുത്ത് തന്നെ ഫോൺ ഉള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഹലോ. എന്ത്, അമ്മക്കെന്ത് പറ്റി? അയാന വെപ്രാളത്തോടെ എണീറ്റുകൊണ്ട് ചോദിച്ചു. എന്ത് പറ്റി ചേച്ചി? അപ്പു, അമ്മക്ക് പെട്ടെന്ന് വയ്യാതായി, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നു. നമുക്ക് പെട്ടെന്ന് അവിടെ വരെ പോകണം സിത്തുവേട്ടാ. അയാന പെട്ടെന്ന് തന്നെ ഫോൺ വെച്ച ഉടനെ പറഞ്ഞതും, നീ ഒന്ന് റെഡിയായി വാ, നമുക്കിപ്പോ തന്നെ പോകാം, പേടിക്കാനൊന്നുമില്ല. സിദ്ധു. 3 പേരും ധൃതി പിടിച്ചിറങ്ങി. 3 പേരും കൂടെ സിദ്ധുവിന്റെ ബൈക്കിലായിരുന്നു യാത്ര തിരിച്ചത്. ഇവർ അവിടെ എത്തുമ്പോൾ അമ്മ കിടക്കയിൽ എണീറ്റിരിപ്പുണ്ട്. കൂടെ തന്നെ ഏട്ടത്തമ്മയുമുണ്ട്. എന്താ എന്താ അമ്മക്ക്? അപ്പൊ എന്താ അമ്മേ? അമ്മ എന്തോ പറയാൻ വന്നതും പേടിക്കാനൊന്നുമില്ല അമ്മ 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 ഒന്ന് തല കറങ്ങിയതാ. ഏട്ടത്തിയമ്മ അത് പറഞ്ഞതും അമ്മ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എന്താ തല കറക്കമൊക്കെ? എന്താ അമ്മേ, അമ്മ ഓക്കെ അല്ലേ? അയാന അമ്മയുടെ അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? സിദ്ധു. അതെല്ലാം മാറി മക്കളെ. ഞാനിന്ന് രാവിലെ വരുമ്പോൾ പോലും അമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ഇതെന്ത് പറ്റിയതാ? സത്യം പറയാമ്മേ, ഇവരെന്തെങ്കിലും പറഞ്ഞോ? അപ്പോ ഏട്ടത്തമ്മയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഏട്ടത്തിയമ്മ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പോ അയാന വേണ്ട എന്ന രീതിയിൽ അവനെ വിളിച്ചതും അവൻ ഒന്നും മിണ്ടിയില്ല. മക്കളെ, എനിക്ക് പെട്ടെന്ന് തലക്കറക്കം വന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് തല കറങ്ങിയതിനാണോ നിങ്ങളിങ്ങനെ പേടിച്ചോടി വന്നേ? അമ്മ അയാനയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയമ്മേ. അയാന. മരുന്ന് മേടിച്ചോ അമ്മേ? ആ, ഒന്ന് ക്ഷീണം മാറിയപ്പോൾ ഇറങ്ങാനാ ഡോക്ടർ പറഞ്ഞത്. ഏട്ടത്തിയമ്മ. മക്കളെ, നിങ്ങളിങ്ങനെ പേടിക്കാതെ, എന്തായാലും നിങ്ങളെ ഒന്ന് കണ്ടതിൽ സന്തോഷം. വാ, നമുക്കിനി ഇറങ്ങാലോ. മോൻ അവിടെ ഒറ്റയ്ക്കല്ലേ? കിടക്കയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അമ്മ പറഞ്ഞു. ഞാൻ കൊണ്ടുവിടണോ അമ്മേ? സിദ്ധു. വേണ്ട മോനെ, അപ്പുറത്തെ വീട്ടിലെ ഓട്ടോ ഓടിക്കുന്ന മോനുണ്ട്. രാത്രി ഒരുപാടാകുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങാൻ നോക്കും മക്കളെ. അമ്മ. എന്നാ ഞങ്ങൾ ഇറങ്ങുക അമ്മേ, മരുന്നെല്ലാം കുടിക്കണം. എന്ത് വന്നാലും എന്നോട് പറയണം കേട്ടോ. അമ്മ. അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്നും പോയതും അത്രയും നേരം പുഞ്ചിരിയോടെ നിന്നിരുന്ന അമ്മയുടെ മുഖത്ത് സങ്കടം വന്നു നിറഞ്ഞു. അമ്മേ, ഞാൻ. ഏട്ടത്തിയമ്മ. സ്വന്തം മോനെ തന്നെ വലിയ ബാധ്യതയായി തീരും ഞാനെന്നറിയാൻ ഒരുപാട് വൈകിപ്പോയി. ആ പോയവളെ ഇരുന്ന് കുറ്റം പറയുന്ന അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയതാ അവൾ. നീ എന്നെ ഒരമ്മയായി കാണുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം മോന് ഞാൻ വലിയ ബാധ്യതയായി തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോള് ഒന്ന് സന്തോഷത്തിൽ ജീവിക്കുന്നത് കണ്ട് എനിക്ക് മരിച്ചാൽ മതി. ഇന്ന് വീട്ടിൽ നടന്നതൊന്നും എൻ്റെ മക്കൾ അറിയാൻ പാടില്ല. അതും പറഞ്ഞ് ആ അമ്മ സങ്കടത്തോടെ അവർ പോയി വയ്യേ നോക്കി. ഏട്ടത്തിയമ്മ ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ ഞാൻ പറയുന്നത് എന്തോ എന്ന് മാത്രം കേട്ടിരുന്ന ചേട്ടനിപ്പോൾ എന്നെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് ഒന്നും ചെവി കേൾക്കാറില്ല. ഞാൻ ആദ്യം ഒരുപാട് നുണകൾ പറഞ്ഞു. ചേട്ടനെ വിശ്വസിപ്പിച്ച ദേഷ്യമാണിപ്പോൾ. ചേട്ടൻ അങ്ങനെയായതിൻ്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ്. ഞാൻ കാരണമാ എല്ലാം. ചേട്ടൻ അമ്മയെ ഓരോന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയാത്തത് ചേട്ടൻ പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞ് എന്നെ തല്ലും. അതുകൊണ്ടാണ്. ചേട്ടത്തിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മോള് വാ, കുഞ്ഞും അവനും അവിടെ തനിച്ചല്ലേ. ഇത്രയൊക്കെ നോവിച്ചിട്ടും ആ മകനെ സ്നേഹിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനാവാത്തത്. ഏട്ടത്തിയമ്മ. ഏതൊരമ്മക്കും സ്വന്തം മക്കൾ എത്ര നോവിച്ചാലും അത് മനസ്സിൽ വെച്ച് പെരുമാറാൻ കഴിയില്ല മോളെ. മോള് വാ.
അവർ രണ്ടുപേരും ഓട്ടോയിൽ കയറി വീട്ടിലെത്തിയതും രണ്ടുപേരും അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് വീൽചെയറും ഉരുട്ടിക്കൊണ്ടുള്ള അർജുനന്റെ വരവ്. ഹാ, നിങ്ങളുടെ ബോധം പോയാൽ ഞാൻ വിചാരിച്ചു ഇനി തിരിച്ചു വരില്ലെന്ന്. ചേട്ടൻ: മോനെ, എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ: ഞാൻ ഇങ്ങനെ സംസാരിക്കൂ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നോ? ഈ വീടും സ്ഥലവും എൻ്റെ പേരിൽ എഴുതിത്തരണം. അത് ചെയ്തേ പറ്റൂ. ചേട്ടൻ: തുടരും. ചേട്ടത്തിയമ്മ നന്നായി എന്നോ എങ്ങനെയാണ് അയാന ഇത് അറിയുക എന്നും അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം.